Good afternoon. നമ്മള് റേഡിയോളജി ആണല്ലേ. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ നോക്കി? അതെ, ഓക്കെ. ഇപ്പൊ റേഡിയോളജിയിലെ ലാസ്റ്റ് സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ. ലാസ്റ്റ് നമ്മള് ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ. The administration must make sure the following. ഇതിന് മുന്നേ നമ്മൾ എന്തായിരുന്നു? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ഫോർ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ദെൻ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്നെണ്ണം തീർത്തത്, കംപ്ലീറ്റ് ആക്കി അല്ലേ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. ഒരു അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണ് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ? ഏതുമായി ബന്ധപ്പെട്ട്? റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതും ഇതുപോലെ പോയിന്റ്സുകളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇതിനകത്താണെങ്കിലും ഫസ്റ്റ് നോക്കിയേ, അതിനകത്ത് കുറച്ച് പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. Enlarging and consenting all radiology department policy and course of action for the radiology department. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പോളിസികളും നടപടികളും എന്ത് ചെയ്യുക? എൻലാർജ് ചെയ്യുക എന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക. അപ്പൊ അതെന്തൊക്കെ പോളിസി അല്ലെങ്കിൽ എന്തൊക്കെയാണ് റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത്? പോയിന്റ്സ് നോക്കുക കേട്ടോ. എൻലാർജ് ചെയ്യുക എന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുക, കൺസെന്റിംഗ് എന്ന് വെച്ചാൽ അംഗീകരിക്കുക. എന്താ പറഞ്ഞേക്കുന്നേ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പോളിസികളും ആ പ്രവർത്തനങ്ങളും ഒക്കെ നടപടിക്രമങ്ങളും വികസിപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക. അതിനകത്ത് നമ്മൾ കുറച്ച് പോയിന്റ്സ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയേ, appointment system for ward patients should be so planned that the inpatients need not have to wait excessively. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അതായത് വാർഡ് പേഷ്യൻസ് ഓൾറെഡി അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ പേഷ്യൻസിന് അങ്ങനെയുള്ളവരുടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻ ചെയ്യണം. അവരെ അധികം നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. ഇപ്പൊ നമ്മള് പേജ് നമ്പർ വിസ്മയിക്കൊന്ന് ഇട്ട് കൊടുത്തേ. 40. അതായത് ഇപ്പൊ നമ്മളെ റേഡിയോളജിയിൽ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തു വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ അവിടെ ഇൻപേഷ്യൻസ് ആയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഓൾറെഡി അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് വരികയാണെങ്കിൽ അവർക്ക് അത്രയും വയ്യാത്തത് കൊണ്ടല്ലേ അവരെ അഡ്മിറ്റ് ആക്കിയേക്കണേ അല്ലെ. അപ്പൊ അവരെ അധിക സമയം അവിടെ വെയിറ്റ് ചെയ്യിക്കാതെ എന്ത് ചെയ്യണം? അവർക്കടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻഡ് ആയിരിക്കണം, ആസൂത്രണം ചെയ്യണം. എനിക്കറിയാം ഇപ്പൊ നമ്മൾ 1-2 പേര് നേരത്തെ അവിടെ എന്താ പറയാ ഔട്ട് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്കുള്ള കഴിഞ്ഞിട്ട് ജസ്റ്റ് അടുത്തത് നമ്മൾ ഇൻ പേഷ്യൻസിന് കൊടുക്കാം അല്ലെ. അങ്ങനെ 2-3 കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ എന്താ അല്ലെങ്കിൽ ഇപ്പൊ അത്രയും എമർജൻസി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? അവരെ ആദ്യം തന്നെ കയറ്റണം അല്ലെ. ഇൻ പേഷ്യൻസ് ആണ്, അവിടെ ഓൾറെഡി അഡ്മിറ്റ് ആയിട്ടുള്ളവരാണ്. അപ്പൊ അവരെ എന്ത് ചെയ്യാൻ പാടില്ല? അധിക സമയം അവിടെ വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻ ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് കിട്ടിയ വാർഡ് പേഷ്യൻസിനുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നന്നായിട്ട് ആസൂത്രണം ചെയ്യണം. എന്തുകൊണ്ടാ? ഇൻപേഷ്യൻസ് അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ അധിക സമയം ആ റേഡിയോളജിയിലെ ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട് റേഡിയോളജിയിലേക്ക് വിടുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്ന ആ പേഷ്യൻസ് അവരെ അധിക സമയം വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല. അടുത്ത് നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ ടൈമിംഗ് ഫോളോ ചെയ്യണം. അറിയാലോ, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ. അത് എങ്ങനെയായിരിക്കും? ഹോസ്പിറ്റലിലെ ആ പോളിസി അനുസരിച്ച് നടപടിക്രമം അനുസരിച്ച് തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ടൈമിംഗ് ഫോളോ ചെയ്യണം. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഡാഷ്. ഇതനുസരിച്ചാണ് ഹോസ്പിറ്റൽ പോളിസി. പിന്നെ നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. ഓക്കെ, ആവശ്യമില്ലാത്ത വെയിറ്റിംഗ് ടൈം വേണോ? അവോയ്ഡഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് എന്നുള്ള മീനിങ് ആട്ടോ, അല്ലെങ്കിൽ അവോയ്ഡ്.
അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ള മീനിങ് ആണ്. നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. അധികം വെയിറ്റ് ചെയ്യാൻ പറ്റും അവിടെ? റേഡിയേഷൻസ് കാര്യങ്ങളൊക്കെ അല്ല അവിടെ നടക്കുന്നേ. അപ്പൊ അധികം സമയം പേഷ്യന്റിനെയോ വിസിറ്റേഴ്സിനെയൊക്കെ ആണെങ്കിലും അവിടെ എന്താ പറയാ, വിസിറ്റേഴ്സ് എന്നുള്ള ഉദ്ദേശിച്ച പേഷ്യൻസിന്റെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനെയൊക്കെ ആണെങ്കിലും അധിക സമയം അവിടെ ഇരുത്തരുത് അല്ലെ. അധികം ആവശ്യമില്ലാത്ത ആ വെയിറ്റിംഗ് ടൈം എന്ത് ചെയ്യണം, അവിടെ ഒഴിവാക്കണം. ഓക്കെ, നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. അവോയ്ഡഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അടുത്ത പോയിന്റ് നോക്കിയേ, പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അവിടുത്തെ മെഷീൻസ് ഇപ്പൊ എക്സ്റേ മെഷീൻ ആയിക്കോട്ടെ, സ്കാനർ, എല്ലാ മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ പ്രതിരോധ നടപടികൾ നോക്കണം. പ്രിവെന്റീവ് മെയിൻ്റെനൻസ്, ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊരു കേടാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും വരാൻ പാടില്ല അല്ലെ. കറക്റ്റ് ആയിട്ട് ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ മെഷീൻസിന് കംപ്ലൈന്റ് ഒന്നും ആവാൻ പാടില്ല. അപ്പൊ അതിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ മന്ത്ലിയോ അല്ലെങ്കിൽ നമ്മൾ 2 മാസം കൂടുമ്പോഴൊക്കെ അതിന്റെ ഒരു അറ്റകുറ്റപ്പണികൾ കാര്യങ്ങളൊക്കെ ചെയ്യണം, കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അതൊക്കെ ആരും ഉറപ്പാക്കേണ്ടതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഏതുമായി ബന്ധപ്പെട്ട്? റേഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ട്. അടുത്ത പോയിന്റ് നോക്കിയേ, ദ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ആൻ എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ് the medical staff, administration and other hospital department and the services. ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആരെല്ലാമായിട്ട്? മെഡിക്കൽ സ്റ്റാഫുകളുമായി നല്ലൊരു ബന്ധം നിലനിർത്തണം. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട്, ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകള്, മറ്റുള്ള സർവീസുകള് എല്ലാമായി ബന്ധപ്പെട്ട് നല്ലൊരു എഫക്റ്റീവ്, ഫലപ്രദമായിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. പേജ് നമ്പർ എത്ര? 40. ശ്രീകുട്ടി, ഓക്കെ. ഷീറ്റ് തന്നിട്ടുണ്ട്, പേജ് നമ്പർ 40 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോട്ടോ അവിടെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ആൻ എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഡാഷ്. അങ്ങനെ ചോദിക്കുക. ആരെല്ലാമായിട്ട്? മെഡിക്കൽ സ്റ്റാഫുമായിട്ട്, അഡ്മിനിസ്ട്രേഷനുമായിട്ട്, ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകള്, സർവീസുകള് എല്ലാമായിട്ട് നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫലപ്രദമായിട്ടുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്ത നോക്കിയേ, അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് ദ റേഡിയോളജി സർവീസ്. ഇനി റേഡിയോളജി സർവീസ്, അതായത് അവര് ചെയ്യുന്ന ആ ഡയഗ്നോസിസ്, അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ ക്വാളിറ്റിയും എക്സാക്ട്നെസ് എന്ന് വെച്ചാൽ കൃത്യത, ആക്യുറസി, കൃത്യതയും അസസ് ചെയ്യണം. നല്ല ക്വാളിറ്റിയിലല്ലേ, അല്ലെങ്കിൽ എല്ലാവരും എന്താ പറയാ കൃത്യമായിട്ടല്ലേ എന്നുള്ളത് അസസ് ചെയ്യേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അസസ്മെന്റ് ഓഫ് ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസസ്. റേഡിയോളജി സർവീസിന്റെ ക്വാളിറ്റിയും കൃത്യതയും വിലയിരുത്തുക. അടുത്ത നോക്കിയേ, ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. എല്ലാ റിപ്പോർട്ടും ആര് സൈൻ ചെയ്യണം? റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോളജിസ്റ്റ് ഈസ് എ മെഡിക്കൽ ഡോക്ടർ. മെഡിക്കൽ ഡോക്ടർ തന്നെയാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം എന്താ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്? ഡയഗ്നോസിസ്, ട്രീറ്റിംഗ്. ഡയഗ്നോസിസ് ആണ്, രോഗനിർണയം. അതില് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടർ തന്നെയാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ റേഡിയോളജിയിലെ എല്ലാ റിപ്പോർട്ടുകളും, റേഡിയോളജിയിലെ എല്ലാ റിപ്പോർട്ടുകളും ആര്? റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ ഡാഷ് റിലേറ്റിംഗ് ടു റേഡിയോളജി. അങ്ങനെ ഉണ്ടാവും. Related to radiology, all the report are to be signed by dash. ആരാണ്? റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് എല്ലാ റിപ്പോർട്ടും സൈൻ ചെയ്യേണ്ടത് ആരാണ്? റേഡിയോളജിസ്റ്റ്. Then next നോക്കിയേ, there should be well trained and registered radiographers. എന്താ? നല്ല ട്രെയിനിങ് ഉള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് വേണം. ആരാ? അപ്പൊ റേഡിയോഗ്രാഫേഴ്സ് ആരാ? ആരാ?
ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ, സ്പെഷ്യലിസ്റ്റ് ആണ്, മെഡിക്കൽ ഡോക്ടർ ആവണമെന്നില്ല. ഇപ്പം റേഡിയോളജിയിലെ ഉള്ള ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ് റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ റേഡിയോളജിക്കൽ പ്രൊസീജിയറും അല്ലെ അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ് റേഡിയോഗ്രാഫേഴ്സ്. നോട്ട് എ മെഡിക്കൽ ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ അല്ല. Then at least one should be available on call all time. ഏത് സമയത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു റേഡിയോഗ്രാഫർ ഇവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ ഓൺ കോൾ ഓൾ ടൈം. ഏത് ടൈമിലും വിളിച്ചാൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു റേഡിയോഗ്രാഫർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കണം. Then last point നോക്കിയേ, the standard and the regulations of Atomic Energy Regulatory Board and അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തേക്കണേ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് AERB എന്ന് പറയുന്നത്. The standard and the regulations of Atomic Energy Regulatory Board AERB and the Division of Radiological Protection Baba Atomic Research Center should be come to. Now, ഈ Atomic Energy Regulatory Board AERB അതിന്റെ സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻസ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ നിലവാരവും നിയന്ത്രണം, സ്റ്റാൻഡേർഡും റെഗുലേഷനും. അതുപോലെ ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ആ ഡിവിഷൻ നമ്മൾ പറഞ്ഞില്ലേ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഇതൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ ആ ഡിവിഷനും എന്തനുസരിച്ചിട്ട് വേണം, അനുസരിച്ചായിരിക്കണം, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ചായിരിക്കണം ചെയ്യാനായിട്ട് കേട്ടോ. അത്രയും പോയിന്റ്സ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത്. അപ്പൊ അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആവാത്തുണ്ടോ? ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അതിന്റെ സ്റ്റാൻഡേർഡും റെഗുലേഷനും റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഡിവിഷനും എന്തനുസരിച്ച് വേണം, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഓൾറെഡി അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ആ ഇൻട്രൊഡക്ഷനിൽ 4 അതിൽ നിന്ന് ചോദിക്കാറുണ്ട്, എക്സ്റേ, അൾട്രാസൗണ്ട്, CT ഒക്കെ. പിന്നെ ക്ലാസിഫിക്കേഷനും നമ്മൾ നോക്കണം അതിനകത്ത് കേട്ടോ. അതൊക്കെ നമുക്ക് അങ്ങനെ ഇമ്പോർട്ടൻസ് പറയാനില്ല, അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ പറയുന്നത്. പിന്നെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് പോയിന്റ് 6ാമത്തെ പോയിന്റ് പറയാം കേട്ടോ. പിന്നെ റേഡിയേഷൻ റിസ്കുകൾ ഇതെല്ലാം നോക്കണം, ഡയഗ്നോസ്റ്റിക് ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഒക്കെ. പിന്നെ മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഫോർ പേഷ്യന്റ്, ഫോർ സ്റ്റാഫ്, ഫോർ പബ്ലിക് അതൊക്കെ. പിന്നെ ലാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത് 6ാമത്തെ പോയിന്റ് എന്താണ്, അസസ്മെന്റ് ഓഫ് ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസ്. ഈ റേഡിയോളജി സർവീസ് അല്ലെങ്കിൽ അവർ നൽകുന്ന സർവീസ് എന്താണ്, എക്സ്റേ എടുക്കുക അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുക, അതൊക്കെ അല്ലേ. അപ്പൊ അവരാ ചെയ്യുന്ന സർവീസിന്റെ ക്വാളിറ്റി നല്ല ഗുണമേന്മയിലാണോ, നല്ല ഗുണനിലവാരത്തിലാണോ, അതിന്റെ കൃത്യതയും ആര് അസസ് ചെയ്യണം, അഡ്മിനിസ്ട്രേഷൻ അസസ് ചെയ്യണം. അതായത് വെറുതെ തെറ്റായിട്ടുള്ള വല്ല റിപ്പോർട്ടാണോ, അല്ലെങ്കിൽ സ്കാനിങ് മര്യാദയ്ക്കല്ലേ, കൃത്യതയില്ലേ, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി മോശമാണോ, അതെല്ലാം ആര് നോക്കണം, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ക്ലിയർ അല്ലേ? അസസ്മെന്റ് ഓഫ് ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസസ്. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മോർച്ചറി സർവീസ് ആണ്. ഇപ്പൊ ട്രീസ മാം ആംബുലൻസ് വന്നെടുത്തോണ്ട് പോയില്ലേ, അല്ലേ? ഇഷ്ടപ്പെട്ടോ ആംബുലൻസ്? ഓക്കെ, എടുത്തിട്ട് പോയി അല്ലെ. ഇനി നമ്മൾ പോകുന്നത് മോർച്ചറി സർവീസിലേക്കാണ്. ആരെങ്കിലും ഒക്കെ മോർച്ചറിയിൽ കയറിയിട്ടുണ്ടോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ? ഇല്ല എന്നാണോ? നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ മരിച്ചിട്ടുണ്ടെങ്കിലും ഡെഡ് ബോഡി ഒക്കെ വല്ല ഇത് വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടോ ഒന്നും കയറിയിട്ടില്ല അല്ലെ ആരും? ഓക്കെ, ആരും ഒന്നും കയറിയിട്ടില്ല. കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിലെ മോർച്ചറി? കണ്ടിട്ടുണ്ടോ? ഉണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ? ഓർമ്മയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അവിടേക്ക് നമുക്ക് അനാവശ്യമായിട്ട് കയറേണ്ട ആവശ്യമില്ല അല്ലെ. ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ തന്നെയാണ്. നമുക്കത് എന്താ പറയാ, അങ്ങോട്ടേക്ക് അത്രയും ഇതുണ്ടെങ്കിൽ മാത്രം നമ്മള് കയറിയാൽ മതി. മോർച്ചറി സർവീസ്
നോക്കി ചാപ്റ്റർ 10 ആണ് മോർച്ചറി സർവീസ് എന്ന് പറയുന്നത്. മോർച്ചറി എന്ന് പറഞ്ഞ എന്താണ് മോർച്ചറി? എന്താണ് മോർച്ചറി? എന്താ മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ അല്ലെ, ഡെഡ് ബോഡീസ് വെക്കുന്ന പ്ലേസ് ആണ് മോർച്ചറി എന്ന് പറയുന്നത് അല്ലെ. അതറിയാം. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ബോഡി വെറുതെ വെച്ചോണ്ടിരിക്കാൻ പറ്റൂല്ലോ അല്ലെ. നമ്മളത് ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും മരിച്ചിട്ടുണ്ട്, ആ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ട്, അങ്ങനെയാണെങ്കിലും ഒക്കെ എന്താ പറയാ, അവരവിടെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടത്തും അല്ലെ. അപ്പൊ അതുവരേക്കും നമ്മൾ ബോഡി എന്താ ജസ്റ്റ് എന്താ അവിടെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ്, ഡെഡ് ബോഡീസ് വെക്കുന്ന സ്ഥലമാണ് മോർച്ചറി. അപ്പൊ അതുകൊണ്ട് മോർച്ചറിനെ നമ്മള് ഡെഡ് ഹൗസ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഡെഡ് റൂം എന്നും പറയാം. രണ്ട് രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. മോർച്ചറിനെ പറയുന്നതാണ് ഡെഡ് ഹൗസ്. ഡെഡ് ഹൗസ് അല്ലെങ്കിൽ ഡെഡ് റൂം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഡെഡ് ഹൗസ് അല്ലെങ്കിൽ ഡെഡ് റൂം എന്നൊക്കെ പറയാം. ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ്, സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് മോർച്ചറി. ഇനി നോക്കിയേ, ഇൻട്രൊഡക്ഷൻ നോക്കിയേ. മോർച്ചറി ഈസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട്. ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞ എന്താ? ഇൻഎവിറ്റബിൾ പാർട്ട് അനിവാര്യമായിട്ടുള്ള, നെസസറി ആയിട്ടുള്ള ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഇൻഎവിറ്റബിൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത്യാവശ്യമായിട്ടുള്ള, അനിവാര്യമായിട്ടുള്ള ഭാഗമാണ്. ഏത്? പാർട്ട് ഓഫ് എവരി ഹോസ്പിറ്റൽ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത, വെരി ഗുഡ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് എല്ലാ ഹോസ്പിറ്റലിന്റെയും അല്ലെ. എല്ലാ ഹോസ്പിറ്റലിനും എന്താ ഒരു മോർച്ചറി വേണം. ഓരോ ഹോസ്പിറ്റലിനും എന്താ, ചെറിയ ഹോസ്പിറ്റലിനൊക്കെയാണ് ചിലപ്പോ മോർച്ചറി ഉണ്ടാവണമെന്നില്ല എങ്കിലും എന്താ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് മോർച്ചറി എന്ന് പറയുന്നത്. ഇപ്പൊ പേഷ്യന്റ് നമ്മള് ഇപ്പൊ അഡ്മിറ്റ് എന്താ പറയാ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ ആ റൂമിൽ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ വാർഡിൽ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തീരുന്നവരേക്കും അല്ലെ. മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്നും നമുക്ക് ബോഡി കിട്ടൂല, അതിന്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടല്ലേ, അതൊക്കെ കഴിയുന്നവരേക്കും ബോഡി നമുക്ക് ആ റൂമിൽ തന്നെ ഇടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെ, പറ്റില്ല. അപ്പൊ എന്താ, മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റും ബോഡി. എന്നിട്ട് അവിടുത്തെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് വിട്ടു തരുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മോർച്ചറി എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ഈസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട്, അനിവാര്യമായിട്ടുള്ള ഭാഗമാണ്. ആസ് ഇറ്റ് ഹാൻഡിൽ ദ പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡി, അവിടെ എന്താ കൈകാര്യം ചെയ്തേ? As it handle the preservation of the dead body. Dead body preserve ചെയ്യാണ് അല്ലെ. പ്രിസർവ് ചെയ്യുക എന്ന് വെച്ചാൽ സൂക്ഷിച്ചു വെക്കുകയാണ്, കീപ്പ് ചെയ്യാണ് അല്ലെ, പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ്. So that എന്തിനാ? The forensic clinicians and pathologists may investigate the cause of death and to make scientific investigation. ഇനി ഫോറൻസിക് ക്ലിനിഷ്യൻസ്, ഫോറൻസിക് വിദഗ്ധർക്ക് ഇനി അവര് കേസിന്റെ ഭാഗമായിട്ട് മരണത്തിന്റെ കാരണം എന്താണ് അല്ലെ, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്നതിന് എന്ത് വേണം? ആ ബോഡി നമുക്കത് എന്താ പറയാ, അത് കീപ്പ് ചെയ്യണം അല്ലെ. ഇപ്പൊ ഒരു വല്ല മർഡർ ആണോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ അതിനൊക്കെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അപ്പൊ അതുവരേക്ക് നമ്മൾ ബോഡിയൊക്കെ എവിടെയാ, മോർച്ചറിയിലേക്ക് മാറ്റും. പിന്നെ അതുപോലെ തന്നെ പതോളജിസ്റ്റിന് എന്തിനാ? പതോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് രോഗം, ഇനിയിപ്പോ എന്ത് രോഗം മൂലം അല്ലെ, പതോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസ് ആണ്. അപ്പൊ പതോളജിസ്റ്റിന് എന്തിനാ നമ്മള് ഇങ്ങനെ മോർച്ചറി ഉപകാരപ്രദമാകുന്നത്? എന്ത് രോഗം മൂലമാണ് മരിച്ചത് എന്നുള്ള അതിന്റെ ഭാഗം അല്ലെ, അത് നോക്കാനായിട്ട്. ഇപ്പൊ ചിലപ്പോ മരിക്കുന്നതിന് മുൻപ് രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇന്ന രോഗമാണ് അറിയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഫോറൻസിക് ക്ലിനിഷ്യൻസ്, ഫോറൻസിക് വിദഗ്ധർക്ക് വിരലടയാളങ്ങളും അല്ലെങ്കിൽ മറ്റേ ബോഡിയിൽ നിന്നുള്ള ഇതൊക്കെ നോക്കിയിട്ടല്ലേ അവർ ഇതിന്റെ ഭാഗം, കേസിന്റെ ഭാഗമായിട്ടല്ലേ എന്ത് കാരണമാണ് മരിച്ചത് എന്ന ഒരു ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടത്താനും ഒക്കെ എന്ത് വേണം? ഈ മോർച്ചറി വേണം. അപ്പൊ അതുവരേക്കും നമുക്ക് ബോഡി കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്. So that the forensic clinician and pathologist may investigate. അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എന്ത്? The cause of death and make scientific
ഇൻവെസ്റ്റിഗേഷൻ. മരണത്തിന്റെ കാരണം എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, കണ്ടുപിടിക്കാൻ, അന്വേഷണം നടത്താൻ. ആൻഡ് മേക്ക് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിനുമൊക്കെ മോർച്ചറി വേണം. Then second point നോക്കി, a morgue or mortuary is used for storage of dead body, waiting for identification, removal, autopsy, then burial. Comment കേട്ടോ അവിടെ. Autopsy കഴിഞ്ഞ് comment. Then cremation or some other post-death rituals. ഇനി നോക്കിയേ, ഈ മോർച്ചറിക്ക് പറയുന്ന മറ്റൊരു പേരാണ് മോർഗ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. മോർഗ്, MORGUE. മോർഗ് ഓർ മോർച്ചറി. അപ്പൊ ഇവിടെ ചോദിക്കാം, മോർച്ചറി ഈസ് ഓൾസോ കോൾഡ് ഡാഷ്, അല്ലെങ്കിൽ മോർഗ് ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. രണ്ടും സെയിം തന്നെയാണ്. മോർഗ് ഓർ മോർച്ചറി എന്താന്നൊക്കെ, ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡി. നമ്മള് ഡെഡ് ബോഡി സ്റ്റോർ ചെയ്യാണ്. എങ്ങനെ? വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ. ഇപ്പൊ ചില ആളുകൾ നമ്മൾ കേട്ടിട്ടില്ലേ, അജ്ഞാത മൃതദേഹം. ചില ആളുകൾ മരിച്ചു, ആരാ മരിച്ചതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അവരുടെ തിരിച്ചറിയുന്നത് വരെ ബോഡി സൂക്ഷിക്കണം. എന്നിട്ട് പരസ്യമൊക്കെ കൊടുക്കും അല്ലേ, ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അജ്ഞാത മൃതദേഹം ഇത്ര ഹൈറ്റ് തോന്നും, അല്ലെങ്കിൽ ഇന്ന വേഷമാണ് ധരിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇതൊക്കെ കൊടുക്കുമ്പോ അത് കണ്ടറിഞ്ഞിട്ട് നമ്മുടെ ആരെങ്കിലും റിലേറ്റീവ്സ് മിസ്സായിട്ടുണ്ടോ, അവരാന്ന് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ഇന്ന ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഐഡന്റിഫൈ ചെയ്യാലോ അല്ലേ? ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ലേ? അപ്പൊ എന്താ പറഞ്ഞേക്കണേ, ഒന്നാമത്തെ എന്താണ് പറഞ്ഞത്? ഡെഡ് ബോഡി വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി. റിമൂവൽ. റിമൂവൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ആ സെന്റൻസ് വേണമെങ്കിൽ നിങ്ങൾ ഒറ്റയിലാക്കിക്കോട്ടോ. റിമൂവൽ ഫോർ ഓട്ടോപ്സി എന്നാക്കി, എന്നിട്ട് കോമ അപ്പുറത്തേക്ക് ഇടട്ടോ. റിമൂവൽ ഫോർ ഓട്ടോപ്സി. അതായത് ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട്, നമ്മള് റിമൂവ് ചെയ്യാനായിട്ട്, ഈ ഓട്ടോപ്സിക്ക് വേണ്ടി മാറ്റാം. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മാറ്റാനുള്ള ബോഡി. ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരേക്കും ബോഡി നമുക്ക് സൂക്ഷിക്കണ്ടേ? അതാണ് റിമൂവൽ ഫോർ ഓട്ടോപ്സി, കോമ. അടുത്ത ബെറിയൽ. ബെറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? അടക്കം ചെയ്യാൻ. അടക്കം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി. ഓർ ക്രിമേഷൻ. ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം. ക്രിമേഷൻ, ശവസംസ്കാരം. അറിയില്ലാത്ത മീനിങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ക്രിമേഷൻ. ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശവസംസ്കാരം. ശവസംസ്കാരം നടത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി. അടുത്തത് എന്താ? ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽസ്, അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾ കാത്തിരിക്കുന്ന ബോഡി. ഇങ്ങനെയുള്ള ബോഡീസ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്ലേസ്. അതാണ്, അതിന് വേണ്ടിയിട്ടാണ് മോർച്ചറി ഉപയോഗിക്കുന്നത്. എന്തിനൊക്കെയാന്നൊക്കെ? സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ് വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫൈ, തിരിച്ചറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി. ഓർ റിമൂവൽ ഫോർ ഓട്ടോപ്സി. ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ട് മാറ്റാനായിട്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മാറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി, അല്ലെങ്കിൽ ഓട്ടോപ്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി, അങ്ങനെയായാലും മതി കേട്ടോ. ഓട്ടോപ്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി. ബെറിയൽ, ശവസംസ്കാരം, അടക്കം ചെയ്യാൻ വേണ്ടി എന്താ പറയാ, വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി. ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം നടത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി, അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾ കാത്തിരിക്കുന്ന ബോഡി. ഈ ബോഡീസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ആണ് മോർച്ചറി. ക്ലിയർ ആയോ? മോർഗ് അല്ലെങ്കിൽ മോർച്ചറി. നെക്സ്റ്റ് നോക്കിയേ, the term morgue is derived from the French word morgue. അണ്ടർലൈൻ ചെയ്തോട്ടോ. അവിടെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. The term morgue is derived from the French word morgue. കൺഫ്യൂഷൻ ആവണ്ട. മോർഗ് ഓർ മോർച്ചറി, അത് ഫ്രഞ്ച് വേർഡ് മോർഗ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ഈ മോർച്ചറി എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായേക്കുന്നത്. മോർഗ് ഓർ മോർച്ചറി is derived from the ഫ്രഞ്ച് വേർഡ് ആണ് മോർഗ് എന്ന് പറയുന്നത്. which means, എന്താണ് ആ മീനിങ്? to look solemnly, to defy. ഒന്നാണ് അണ്ടർലൈൻ ചെയ്തോട്ടോ. അതായത് to hold seriously, അതായത് സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ് മോർഗ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വേർഡിന്റെ മീനിങ്.
ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. അപ്പൊ മോർഗ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് മോർഗ് അല്ലെങ്കിൽ മോർച്ചറി. അത് ഇപ്പൊ നമ്മുടെ മോർച്ചറിന്ന് അല്ലെങ്കിൽ മോർഗെന്നാണെങ്കിൽ കുഴപ്പമില്ല അവിടെ. അത് മോർഗെന്ന് തന്നെ തന്നേക്കണോണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സംശയം പോലെ. അത് എന്തായാലും കുഴപ്പമില്ല. ദാറ്റ് മോർച്ചറി ഓർ മോർഗ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് മോർഗ്. അതായത് മോർച്ചറി എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഫ്രഞ്ച് വേർഡ് മോർഗിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്താ? ടു ലുക്ക് സോളിമൻലി, ടു ഡിഫൈൻ. അതായത് എന്താ? ടു ഹോൾഡ് സീരിയസ്ലി, സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാം. അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ അല്ലെ? നമുക്ക് ഇനി എന്താ ആ ബോഡി ഓട്ടോപ്സി ഒക്കെ ചെയ്തിട്ട് മരണ കാരണമൊക്കെ കണ്ടെത്തണം. അപ്പൊ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് ബോഡിയിൽ നിന്നുള്ള ഒരു തെളിവുകളും കാര്യങ്ങളും ഒന്നും നശിച്ചു പോകാനൊന്നും പാടില്ല. അത്രയും എന്താ പറയാ പല കേസുകളും നമുക്ക് അതുവഴിയൊക്കെ തെളിയിക്കാൻ പറ്റും അല്ലെ? മർഡറൊക്കെ ആണെങ്കിൽ ആരാ കൊന്നതെന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നതാണ്. അതാണ് പറഞ്ഞത് ടു ഹോൾഡ് സീരിയസ്ലി, സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക. അതാണ് മോർഗ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ. ഇനി ഇവിടെ നോക്കിയ മോർഗ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നത് എവിടെ? നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. അതാണ് നമ്മൾ അധികം കേൾക്കാത്ത വേർഡ്. മോർഗ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നത് നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. എന്നാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഏത് ഇംഗ്ലീഷാണ്? ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കണ്ടോ? while mortuary is more common in ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. കണ്ടോ? ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് മോർച്ചറി എന്ന് പറയുന്നത്. അമേരിക്കൻ ഇംഗ്ലീഷില്, നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് അവിടെ മോർഗ് എന്ന് പറഞ്ഞ വേർഡ് പറയുന്നത്. നമ്മൾ മോർച്ചറി എന്നല്ലേ പറയുന്നേ? നമ്മൾ മോർഗ് എന്ന് പറയാറുണ്ടോ? നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ മോർച്ചറി എന്ന് തന്നെയാ പറയുന്നത്. എന്നാൽ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ ആണ് മോർഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അതിനകത്ത്? അതിനകത്ത് ഇത് ക്വസ്റ്റ്യൻ നോക്കാം. ദ മോർച്ചറി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് മോർഗ്. ആ മോർഗിന്റെ മീനിങ് എന്താ? ടു ലുക്ക് സോളിമൻലി, ടു ഡിഫൈൻ എന്ന് വെച്ചാൽ എന്താ? സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക. ടു ഹോൾഡ് സീരിയസ്ലി. ഇനി ഈ വേർഡ് മോർഗ് എന്ന് പറഞ്ഞത് ഒരു നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത്. മോർഗ് എന്ന് പറഞ്ഞ വേർഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. എന്നാൽ മോർച്ചറി എന്ന് പറയുന്നത് ആ വേർഡ് ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് മോർച്ചറി എന്ന് പറയുന്നത്. 3 പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത നീഡ് ഫോർ മോർച്ചറി. ഇനി മോർച്ചറിയുടെ ആവശ്യം എന്താണ്? ഇറ്റ് ഈസ് നെസസറി for the hospital administration that a suitable provision shall be made in dubious place. Dubious എന്ന് പറഞ്ഞാൽ obscure അല്ലെങ്കിൽ സംശയാസ്പദമായ, അവ്യക്തമായ, അൺക്ലിയർ, അങ്ങനെ എഴുതിക്കോട്ടോ. ഡ്യൂബിയസ് എന്നുള്ളതിന്റെ മീനിങ് അൺക്ലിയർ, അവ്യക്തമായ, where the dead body can be placed. അതായത് ഈ മോർച്ചറി നമ്മൾ വെക്കേണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്മൾ ചെന്ന് കയറുന്ന എൻട്രൻസിലാണോ മോർച്ചറി വെക്കുന്നത്? ചെന്ന് കയറുന്ന എൻട്രൻസിലാണോ? അല്ല അല്ലേ? അതെങ്ങനെയാണ്? ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ ഈ അതിന്റെ ലൊക്കേഷൻ നമ്മൾ പഠിക്കണ്ട എങ്കിലും ഹോസ്പിറ്റലിന്റെ ഒരു മൂലയില് അല്ലെ ഒരു ഇച്ചിരി നമ്മളെ എന്താ പറയാ ഒരു വേറിട്ട് തന്നെ ഒരു ബിൽഡിംഗ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇച്ചിരി വേറിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരിക്കും. അല്ലാതെ ചെന്ന് കയറുന്നിടത്ത് തന്നെ മോർച്ചറി കൊണ്ടുവന്ന് വെച്ച ഒരു നെഗറ്റീവ് ഇതാണല്ലേ. മോർച്ചറി ഡെഡ് ബോഡിയൊക്കെ നമുക്ക് കാണാന്ന് പറയാം അല്ലെ? നമ്മളൊരു നല്ലൊരു ഇതോടുകൂടിയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ മൃതദേഹങ്ങൾ, ഡെഡ് ബോഡീസ് ഇങ്ങനെ കാണുമ്പോ നമുക്കത് പറ്റില്ല, ഒരു നെഗറ്റീവ് ഇതായിരിക്കും നമുക്ക്. അപ്പൊ ഇതൊക്കെ എപ്പോഴും മോർച്ചറി വെക്കേണ്ടത് എവിടെയാണ്? ഒരു കുറച്ചും കൂടി അവ്യക്തമായിട്ടുള്ള, അല്ലാതെ നമ്മൾ കയറി ചെല്ലുന്ന എല്ലാവർക്കും കാണാവുന്ന വലിയ ഇതായിട്ട് വെക്കരുത്. അതാ പറഞ്ഞേക്കണം. അത് അങ്ങനെ വെക്കണം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഇത്തിരി ഒഴിഞ്ഞ ഭാഗത്ത്. ശരിയാ. അതായത് സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ആണെങ്കിലാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ ഏതെങ്കിലും കോർണറിലോ, അധികം ആരും പോകണ്ടല്ലോ അങ്ങോട്ടേക്ക്. അപ്പൊ ആ രീതിയിലായിരിക്കണം. അപ്പൊ എപ്പോഴും ഈ മോർച്ചറി വെക്കേണ്ടത് ഡ്യൂബിയസ് അല്ലെങ്കിൽ അൺക്ലിയർ പ്ലേസ്, അവ്യക്തമായ സ്ഥലത്തായിരിക്കണം. അങ്ങനെ വെക്കണം എന്നുള്ളത് ആരുടെ വ്യവസ്ഥയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ വ്യവസ്ഥയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം? ഇത് ഉറപ്പുവരുത്തണം. എന്താ? ഈ മോർച്ചറി ഒരു അൺക്ലിയർ പ്ലേസിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം അത് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. അൺക്ലിയർ എന്ന് പറഞ്ഞാലും ആളുകൾക്ക് ചെല്ലാൻ പറ്റണം കേട്ടാ.
പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എങ്കിലും എന്താണ് ഏതെങ്കിലും നമ്മൾ കോർണറിലോ അല്ലെങ്കിൽ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് നീങ്ങി ഒക്കെ ആയിരിക്കണം വെക്കേണ്ടത്. ഇനി അത് മനസ്സിലായോ? അത് ആർക്കടെ ഒരു വ്യവസ്ഥയാണ്? അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ് മോർച്ചറി എപ്പോഴും ഒരു അൺക്ലിയർ പ്ലേസിലാണ് എന്നുള്ളത്. അടുത്തതാണ് നമ്മൾ നോക്കിയേ placed pending final disposal or to rule out the cause of death. എന്തിനു വേണ്ടിയിട്ടാ? ഫൈനൽ ഡിസ്പോസൽ പെൻഡിങ്, അതായത് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ബോഡീസ് വെക്കേണ്ടത്, അല്ലെങ്കിൽ മരണ കാരണം നമുക്ക് എന്താണെന്ന് കണ്ടെത്തുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മള് മോർച്ചറിയിൽ വെക്കണത്, അല്ലേ? മോർച്ചറിയിൽ വെക്കണമെന്ന് പറഞ്ഞില്ലേ? ഫൈനൽ ഇപ്പൊ നമുക്ക് സംസ്കാരവും കാര്യങ്ങളൊക്കെ നടത്താൻ ഇന്നിപ്പോ പറ്റില്ല. നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും പുറത്തുണ്ട്, അവര് വരുന്ന വരേക്കും നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഡെഡ് ബോഡി ഇപ്പൊ 2 ദിവസം, ഒത്തിരി ദൂരെയൊക്കെയാണെങ്കിൽ 2 ദിവസമൊക്കെ വേണ്ടി വരും, അല്ലെ? അപ്പൊ നമുക്ക് എന്താ 2 3 ദിവസം ഒരാഴ്ചയോ ഒക്കെ വേണ്ടി വരും. അപ്പൊ അത്രയും ദിവസം നമുക്ക് വീട്ടിൽ ഇങ്ങനെ ബോഡി വെക്കാൻ പറ്റില്ല. അപ്പൊ അതുവരേക്കും നമുക്ക് ഡെഡ് ബോഡി ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കാം. അപ്പൊ ഫൈനൽ ഡിസ്പോസലിന് കാത്തിരിക്കുന്നതോ അല്ലെങ്കിൽ മരണ കാരണം കണ്ടെത്താൻ കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കേസിലോ മാർക്കറൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ മരണ കാരണം കണ്ടെത്തുന്നത്, അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഏറ്റിരിക്കുന്ന ബോഡീസ് അല്ലെങ്കിൽ വെക്കുന്ന മോർച്ചറി എന്ന് പറയുന്നത് ഒരു അൺക്ലിയർ പ്ലേസിലായിരിക്കണം. അടുത്ത നോക്കി രണ്ടാമത്തെ പോയിന്റ്, എ പ്രിസൈസ്ലി പ്ലാൻഡ് മോർച്ചറി കോംപ്ലക്സ് ഈസ് ബെനിഫിഷ്യൽ ടു. പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ കെയർഫുള്ളി. Precisely planned mortuary complex is beneficial. ആർക്കൊക്കെ പ്രയോജനപ്രദമാണ് ഈ മോർച്ചറി? ഓക്കെ, ഒരു നന്നായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള മോർച്ചറി കോംപ്ലക്സ് ആർക്കൊക്കെ പ്രയോജനപ്രദമാണ്? ഓക്കെ, ടു ഓൾ ദോസ് ഹൂ കം ഇൻ കോണ്ടാക്ട് വിത്ത്, ദാറ്റ് ഈസ് പോലീസിന് പ്രയോജനപ്രദമല്ലേ? അവരുടെ കേസ് കാര്യങ്ങൾക്ക് ഒക്കെ നമുക്ക് ഇത് എന്താ പറയാ, മോർച്ചറിയിൽ ചെന്നിട്ട് വേണം ആ ബോഡിയിൽ വല്ല തെളിവെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നടത്താനൊക്കെ, അല്ലെ? പോലീസിന്, പിന്നെ അതുപോലെ തന്നെ ഡോക്ടറിന്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഡോക്ടറിന് മരണ കാരണം എന്താണ്, എന്ത് രോഗം മൂലമാണ് അയാൾ മരിച്ചത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഡോക്ടറിന് പ്രയോജനപ്രദമാണ്. അപ്പൊ പിന്നെ അടുത്ത മെഡിക്കൽ സ്റ്റുഡൻസിന് മോർച്ചറി പ്രയോജനപ്രദമാണ്, അല്ലെ? ഡെഡ് ബോഡിയിലല്ല അവർ പഠിക്കണത്. ജീവനുള്ള ഒരു മനുഷ്യരില് അവർക്ക് പഠിക്കാൻ പറ്റുമോ? അല്ലെ? ഡെഡ് ബോഡിയിലാണ് അവര് സർജറി മറ്റുള്ള ഇതൊക്കെ അവര് പഠിക്കുന്നത്. മെഡിക്കൽ സ്റ്റുഡൻസിന് പ്രയോജനപ്രദമാണ്, സ്റ്റാഫിന് പ്രയോജനമാണ്, ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ്, മരിച്ച ആളുകളുടെ റിലേറ്റീവ്സിനും, അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു, നമുക്കൊന്ന് പോയി കാണണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആരാ മരിച്ചതെന്ന് അറിയില്ല, നമ്മള് പരസ്യങ്ങൾ ഇങ്ങനെ കണ്ട് അല്ലെങ്കിൽ പേപ്പറിൽ ഇങ്ങനെ കണ്ട് ഇന്ന ഒരു ബോഡി ഇന്ന വെയിറ്റ് എന്താ പറയാ ഹൈറ്റ് വെയിറ്റ് ഇടുന്ന ഡ്രസ്സ് ഇതൊക്കെ പറയുമ്പോ നമ്മുടെ ആരെങ്കിലും ആണോ എന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി ആളെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അങ്ങനെ അവരുടെ റിലേറ്റീവ്സിനും ഒക്കെ എന്താണ് പ്രയോജനപ്രദമാണ്. അതൊന്നും അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ്. Precisely planned mortuary complex is beneficial to dash. ആർക്കൊക്കെയാണ്? പോലീസിന്, ഡോക്ടേഴ്സിന്, മെഡിക്കൽ സ്റ്റുഡൻസിന്, സ്റ്റാഫിന് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ്. മരിച്ച ആളുകളുടെ റിലേറ്റീവ്സിനും പ്രയോജനപ്രദമാണ്. ക്ലിയർ ആണോ? ഓക്കെ, സ്പീഡ് കൂടെ ഉണ്ടോ? ഒന്ന് ചോദിക്കട്ടെ. ഓക്കെ ആണോ? ഇച്ചിരി അതാണ് ഐശ്വര്യാണ് ഇട്ടെ, ഇച്ചിരി സ്പീഡ് കൂടുതലാണ് ഐശ്വര്യ. നിങ്ങളുടെ ട്രേസ മാമിനോട് എല്ലാ മിസ്സുമാരും ഭയങ്കര എക്സ്പ്രസ് കാണിക്കുന്ന പോണെന്നൊക്കെ പറഞ്ഞല്ലോ. കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഒരു 2.5 പേജെങ്കിലും നമുക്കൊരു ക്ലാസ്സിൽ തീർത്താലാണ്. 2 പേജിന്റെ അടുക്കലേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഒന്നോടെ നോക്കണോട്ടോ, നിങ്ങൾ അന്ന് തന്നെ വായിച്ചു നോക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പൊ അണ്ടർലൈൻ ചെയ്യാൻ പറയണതൊക്കെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടത്, അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അണ്ടർലൈൻ ചെയ്തില്ല.
നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു കെയർഫുള്ളി പ്ലാൻഡ്, നന്നായിട്ട് ആസൂത്രണം ചെയ്ത ഒരു മോർച്ചറി കോംപ്ലക്സ് പോലീസിന്, ഡോക്ടേഴ്സിന്, മെഡിക്കൽ സ്റ്റുഡൻസിന്, സ്റ്റാഫിന്, മരിച്ച ആളുകളുടെ റിലേറ്റീവ്സിന് എല്ലാവർക്കും പ്രയോജനപ്രദമാണ്. ഓക്കെ, provision, അടുത്ത പോയിന്റ് നോക്കിയേ. Provision of mortuary facilities and services in a hospital also has an important bearing with regard to public relation of the hospital. ഇനി അടുത്ത് നോക്കിയേ, ഈ ഹോസ്പിറ്റൽ മോർച്ചറി സർവീസുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ചില ഹോസ്പിറ്റലിൽ, ചെറിയ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ മോർച്ചറി സർവീസ് ഉണ്ടാവണമെന്നില്ല. അതായത് ഈ മോർച്ചറി ഫെസിലിറ്റി, മോർച്ചറി സൗകര്യങ്ങള് അങ്ങനെയുള്ള അത് അല്ലെങ്കിൽ ആ സർവീസ് നൽകുന്ന ഹോസ്പിറ്റലിന് ഒരു പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന്, ഈ പബ്ലിക് റിലേഷനുമായി ഒരു പ്രധാന ബന്ധമുണ്ട്. എന്താ പറഞ്ഞേക്കണേ? ഈ ഹോസ്പിറ്റലില് മോർച്ചറി സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലില്ലേ, മോർച്ചറി സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റല് അവര് എന്താണ്, പബ്ലിക് റിലേഷനുമായി നല്ല ബന്ധമുണ്ടെന്ന്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മോർച്ചറി ഫെസിലിറ്റികള്, സൗകര്യങ്ങളും, അല്ലെങ്കിൽ അവര് മോർച്ചറി സർവീസ് ഉണ്ട്, പിന്നെ ആ ഹോസ്പിറ്റലില് മോർച്ചറി സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ മോർച്ചറി ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് വളരെയധികം പങ്കുണ്ട്. എന്താ അങ്ങനെ പറയണേ? പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് നല്ലൊരു മോർച്ചറി ഫെസിലിറ്റിക്ക് ഒരു പങ്കുണ്ടെന്ന്. ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും മരിച്ചു, ഹെൽപ്ഫുൾ ആണ്. ഓക്കെ ദൃശ്യ, അതായത് നമ്മുടെ ആരെങ്കിലും മരിച്ചു, അപ്പൊ ആ ഹോസ്പിറ്റലിൽ, ഇന്ന ഹോസ്പിറ്റലിൽ കിടന്നാണ് മരിച്ചത്. ആ ഹോസ്പിറ്റലിൽ കിടന്ന അയാള് മരിച്ചു കഴിയുമ്പോൾ അവർക്ക് മോർച്ചറി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബോഡി ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ലേ? മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റില്ലേ? ഇല്ലേ? അപ്പൊ പിന്നെ നമുക്ക് വേറെ സ്ഥലത്തൊന്നും അന്വേഷിച്ച് പോകണ്ട. ഇപ്പൊ മരിച്ച ഹോസ്പിറ്റലിൽ മോർച്ചറി ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ മോർച്ചറി ഫെസിലിറ്റി ഉള്ള വേറെ ഹോസ്പിറ്റലിലേക്ക് ആ ബോഡി മാറ്റേണ്ടി വരും. നമുക്ക് എന്താ പറയാ, അങ്ങനെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി സർവീസ് ഉണ്ടെങ്കിൽ അയാളുടെ ബോഡി നമുക്ക് അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ വരുമ്പോഴെന്താണ്, പബ്ലിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. പബ്ലിക്കുമായിട്ട് നല്ല, അതായത് നമുക്കൊരു നല്ല ഹെൽപ്ഫുൾ അല്ലേ? നമ്മൾ പിന്നെ വേറെ എല്ലായിടത്തൊക്കെ അന്വേഷണം നടക്കേണ്ട ആവശ്യമുണ്ടോ? ആണോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം പിടിച്ച് നമ്മൾ അയ്യോ എവിടെയാണ്, പിന്നെ അടുത്ത ഹോസ്പിറ്റൽ നോക്കി അവിടെ ഫെസിലിറ്റി ഉണ്ടോ, മോർച്ചറിയിൽ വെക്കാനുള്ളതുണ്ടോ എന്നൊക്കെ നോക്കണം അല്ലേ നമുക്ക് ഇത്. പക്ഷെ ഇതിപ്പോ ആ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ മരിച്ചു, ആ ഹോസ്പിറ്റലിൽ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നേരെ മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് മോർച്ചറിയിലേക്ക് ബോഡി മാറ്റാം. ആ പേഷ്യൻസിന്റെ ആ റിലേറ്റീവിന് വേറെ സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ പബ്ലിക്കിന് നല്ല ഹെൽപ്ഫുൾ ആണ്. അതായത് പൊതുജനവുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾക്കും അതൊരു വളരെയധികം ആശ്വാസമല്ലേ? അല്ലേ? അതാണ് ആ പോയിന്റ് പറഞ്ഞേക്കണേ കേട്ടോ. അതൊന്ന് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Hospital has important bearing with regard to public relation. നമുക്ക് ആ മോർച്ചറി തന്നെ വെക്കാം, അത്രേ ഉള്ളൂ. ആ മോർച്ചറി തന്നെ വെക്കാം. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് ഒരു വലിയ പങ്കുണ്ടെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നോക്കിയേ, മച്ച് ഓഫ് ദ സെന്റിമെന്റ്സ് വാല്യൂസ് ആർ attached to the dead body of the person with the socio-medical legal importance attached to the mortuary of the hospital. Therefore, establishment and the management of the mortuary is a significance of every hospital. എന്താണ് ഈ ആശുപത്രിയിലെ മോർച്ചറിയില് നമ്മൾ നോക്കിയേ, ആ ഒരു മരിച്ച ഒരു വ്യക്തി അല്ലേ, അയാളോടൊരു എന്തുണ്ട്, നമുക്കൊരു ആ ഒരു ഡെഡ് ബോഡിയോട് നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലേ, ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ലേ? അല്ലാതെ നമ്മൾ എന്താ പറയാ, നമ്മൾ ആ ഒരു ഡെഡ് ബോഡിയോട് നമ്മളൊരു ഇത് കാണിക്കണം. അല്ലാതെ ചുമ്മാ മരിച്ചു എന്ന് പറഞ്ഞ വല്ല പട്ടിപ്പൂച്ചയൊക്കെ ഇതുപോലെ, എന്നാലും നമ്മൾക്ക് വിഷമാണല്ലേ. അതുപോലെ നമുക്ക് ഇതൊന്നുമില്ലല്ലോ. ഇവിടെ കുറച്ച് ആ ഒരു നീതി, ഒരു റെസ്പെക്ട്, ഓക്കെ വെരി ഗുഡ്, ഒരു ബഹുമാനം നമ്മൾ കാണിക്കണം, ഒരു മൂല്യം എന്താ പറഞ്ഞേക്കുന്നേ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ, ആ ഹോസ്പിറ്റലിലെ മോർച്ചറിയില് സാമൂഹികവും അതുപോലെ തന്നെ മെഡിക്കോ സോഷ്യോ ആൻഡ് മെഡിക്കോ ലീഗൽ, അതായത്
സാമൂഹികം ഒരു മെഡിക്കൽ ആയിട്ടുള്ള ഒരു പ്രധാനമുള്ള ഒരു വ്യക്തിയുടെ ആ മൃതദേഹത്തിന് ലീഗൽ നമുക്ക് എന്താ പറയാ ഒരു സെന്റിമെന്റ് വാല്യൂ അല്ലെങ്കിൽ അതിനോട് നമ്മളൊരു റെസ്പെക്ട് കാണിക്കുന്നുണ്ട്. Therefore, അതുകൊണ്ട് തന്നെ എന്താണ് ആ ഹോസ്പിറ്റലിന്റെ ആ മോർച്ചറിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് മാനേജ്മെന്റ് അത് ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് എങ്ങനെയാ ഒരു സാമൂഹികവും നിയമപരമായിട്ടുള്ള കാര്യങ്ങള് അനുവർത്തിച്ചു കൊണ്ടുവേണം മോർച്ചറി നമ്മൾ സെറ്റ് ചെയ്യാൻ. അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാ പറയണേ. Therefore, അതിന്റെ സ്ഥാപനവും അതിന്റെ നടത്തിപ്പും അതിന് നമ്മൾ തോന്നിയ രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല. അതിന് ആ മരിച്ച ഒരു ബോഡിയോട് നമ്മൾ അത്രയും ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ്സ് വാല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത്രയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. അതനുസരിച്ച് അല്ല അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ആ മോർച്ചറിയുടെ ഒരു സ്ഥാപനവും സ്ഥാപിക്കുന്നതും അതുപോലെ തന്നെ മാനേജ്മെന്റും ഒക്കെ വളരെയധികം ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ നേരെ ചെല്ലുമ്പോ തന്നെ എൻട്രൻസിൽ കൊണ്ടൊന്നും വെക്കാൻ പാടില്ല അല്ലേ? അതൊക്കെ നമ്മൾ അത് സ്ഥാപിക്കുമ്പോൾ ആ മോർച്ചറി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ പറഞ്ഞേക്കുന്നത്, അവിടെ സാമൂഹിക നിയമപരമായിട്ടുള്ള കാര്യങ്ങള് അനുവർത്തിച്ചു കൊണ്ട് വേണം മോർച്ചറി സെറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞു ഡ്യൂട്ടീസ് പ്ലേസിൽ ആയിരിക്കണം, അൺക്ലിയർ പ്ലേസിലായിരിക്കണം മോർച്ചറി സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ മോർച്ചറി കോംപ്ലക്സ് പോലീസിന്, ഡോക്ടറിന്, മെഡിക്കൽ സ്റ്റുഡന്റ്, സ്റ്റാഫിന്, റിലേറ്റീവ്സിന് എല്ലാവർക്കും വളരെയധികം എന്താണ് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ പബ്ലിക് റിലേഷൻ കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. പിന്നെ മരിച്ച ഒരു വ്യക്തിയോട് കുറച്ച് നമുക്ക് സെന്റിമെന്റ്സ് വാല്യൂ അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമുക്ക് ഒരു അത്രയധികം റെസ്പെക്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മോർച്ചറി സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആ ഹോസ്പിറ്റല് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. എങ്ങനെ വേണം? സാമൂഹികമായിട്ടുള്ളതും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് വേണം മോർച്ചറി സെറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നോക്കിയേ, എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ്? മോർച്ചറി സർവീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. To conserve the dead body till the formalities of the handling over of deceased is complete. Deceased എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമടഞ്ഞ എന്നുള്ള മീനിങ് കേട്ടോ. ഡെഡ് ബോഡി നമ്മൾ കൺസേർവ് ചെയ്യാൻ, സൂക്ഷിക്കാൻ എന്താണ്, അതായത് ആ ഫോർമാലിറ്റി കഴിഞ്ഞ് നമുക്ക് അത് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരേക്കും ബോഡി നമുക്ക് സൂക്ഷിച്ചു വെക്കണം. അതിന് ഒരു മോർച്ചറി സർവീസ് പ്രവർത്തിക്കുന്ന ഒരു ഫംഗ്ഷനാണ് മോർച്ചറി സർവീസിന്റെ കേട്ടോ. മരിച്ച ആളുടെ, അതായത് മരിച്ചപ്പോ തന്നെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തരൂല ബോഡി. അവിടെ മരിച്ച ആളുടെ എന്താണ് ആ ഒരു നടപടിക്രമങ്ങള് അല്ലെ, അത് കൈമാറുന്നത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുൻപുള്ള ആ നടപടിക്രമങ്ങള് പൂർത്തിയാക്കുന്നത് വരെ ആ ബോഡി സൂക്ഷിച്ചു വെക്കണം. അതിന് നമ്മള് അതൊരു ഫംഗ്ഷനാണ് മോർച്ചറി സർവീസിന്റെ. ക്ലിയർ ആയോ? അല്ലാതെ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ ആ വാർഡിൽ തന്നെയോ അല്ലെങ്കിൽ റൂമിൽ തന്നെയോ വെക്കാൻ പറ്റില്ല. അതിന്റെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ആ ബോഡി കിട്ടുന്ന വരേക്കും നമുക്ക് ബോഡി സൂക്ഷിച്ചു വെക്കണം. അതിന് മോർച്ചറി പ്രയോജനപ്രദമാണ്. നെക്സ്റ്റ് നോക്കിയേ, ടു കീപ് ദ ഡെഡ് ബോഡി അൺക്ലൈംഡ്. അൺക്ലൈംഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൈം ചെയ്യാത്ത, അതായത് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളില്ലേ, നമ്മളിപ്പോ അജ്ഞാത മൃതദേഹം എന്നൊക്കെ പറഞ്ഞില്ലേ, തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങള് till the relatives climb and kept it away from final disposal usually. അപ്പൊ നമുക്ക് ഈ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങള് റിലേറ്റീവ്സ് വന്ന് ക്ലൈം ചെയ്യാന്ന് വെച്ചാൽ എന്താ? തിരിച്ചറിയുക അല്ലെ. അവരുടെ റിലേറ്റീവ്സ് വന്ന് മൃതദേഹം തിരിച്ചറിയുന്നത് വരെ, തിരിച്ചറിഞ്ഞ ആ ഫൈനൽ ഡിസ്പോസലിന് കൊണ്ടുപോകണില്ലേ, ആ ഒരു സ്ഥലം വരെ ബോഡി കീപ്പ് ചെയ്യാൻ. മനസ്സിലായോ? റിലേറ്റീവ്സ് വന്ന് തിരിച്ചറിഞ്ഞ് ഫൈനൽ ഡിസ്പോസലിന് അവർ കൊണ്ടുപോകണ സമയം വരേക്കും ബോഡി കീപ്പ് ചെയ്യാൻ.
Usually, bodies are not climbed or kept for 72 hours. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇനി തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ എത്ര ദിവസം വരെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം? 72 hours. 72 മണിക്കൂർ വരെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം. Usually, the bodies are not climbed or kept for 72 hours. എത്ര സമയം? 72 മണിക്കൂർ. 72 hours. എന്നിട്ട് നോക്കി until climbed till that period. ആ സമയം 72 മണിക്കൂർ, അതായത് 3 ദിവസം, അല്ലെ? 3 ദിവസം വരെ ആ ബോഡി ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം എന്നാണ്. അതിനുശേഷവും ആ സമയം വരേക്കും ആരും വന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്താ? ഡിസ്പോസബിൾ ഓഫ് ദ ഡെഡ് ബോഡി ഈസ് ഡൺ ഇൻ കീപ്പിംഗ് വിത്ത് ദ എക്സിസ്റ്റിംഗ് പോളിസി ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ നിലവിലുള്ള പോളിസി, അതുപോലെ ആ ഒരു ലോ അനുസരിച്ച് എന്ത് ചെയ്യുക? പിന്നെ നമുക്ക് അത് അതിൻ്റെതായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാം. നമുക്ക് 3 ദിവസം വരെ ഹോസ്പിറ്റലിൽ വെക്കണം. ആരെങ്കിലും വന്ന് റിലേറ്റീവ്സ് വന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന, അതിനുശേഷം ഹോസ്പിറ്റലിലെ നടപടിക്രമങ്ങൾ അനുസരിച്ച്, പ്രൊസീജിയർ അനുസരിച്ച്, ഹോസ്പിറ്റലില് നിലവിലുള്ള പോളിസികള്, അല്ലെ, അല്ലെങ്കിൽ ലോ നിയമങ്ങൾ അനുസരിച്ച് അവർക്ക് തന്നെ അത് വെറുതെ ചെയ്യാം. ക്ലിയർ അല്ലേ? 72 hours എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. എത്ര ടൈം വരെ വെക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, ടു റിസീവ് ആൻഡ് സ്റ്റോർ ഡെഡ് ബോഡി റിക്വയർ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. ഉണ്ടോ? ടു റിസീവ് എന്ന് വെച്ചാൽ സ്വീകരിക്കുക, സ്റ്റോർ എന്ന് വെച്ചാൽ ശേഖരിക്കുക. ഡെഡ് ബോഡി ഏത്? പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള ബോഡി ഇത് സ്വീകരിക്കുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യാൻ മോർച്ചറി വേണം. മോർച്ചറിയുടെ ഫംഗ്ഷൻ ആട്ടോ. To receive and store that body requires postmortem examination. Postmortem examination ആവശ്യമായിട്ടുള്ള ഡെഡ് ബോഡി റിസീവ് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. ക്ലിയർ അല്ലേ? അതിന് എന്ത് വേണം? മോർച്ചറി വേണം. ഇതൊരു ഫംഗ്ഷൻ. അടുത്ത് നോക്കിയേ, ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ്. അതായത് ഇപ്പൊ നമ്മൾ രോഗം കണ്ടുപിടിക്കാനും ലീഗൽ ആയിട്ട്, ഇനിയിപ്പോ മർഡറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടം വർക്ക് കണ്ടക്ട് ചെയ്യാനും എന്ത് വേണം? ഈ ഹോസ്പിറ്റൽ മോർച്ചറി വേണം. റിലേറ്റിംഗ് ടു ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ പർപ്പസ്. അതാണ് മെഡിക്കോ ലീഗൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ രോഗമാണെങ്കിലും കണ്ടുപിടിക്കാൻ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് പോസ്റ്റ്മോർട്ടം വർക്ക് ചെയ്യണം, പോസ്റ്റ്മോർട്ടം നടത്തണം. അത് കണ്ടക്ട് ചെയ്യാൻ, പോസ്റ്റ്മോർട്ടം നടത്താൻ. അടുത്തത് നോക്കിയേ, ടു ഗീവ് എ ടീച്ചിങ് പ്രോഗ്രാം ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ടീച്ചിങ് പ്രോഗ്രാം. ടു ഗീവ് ടീച്ചിങ് പ്രോഗ്രാം നൽകാൻ. അത് അണ്ടർ ഗ്രാജുവേറ്റ്, PG, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, മെഡിക്കൽ സ്റ്റുഡൻസിന് എന്താ? അവർക്ക് ടീച്ചിങ് പ്രോഗ്രാം, പഠനത്തിന്റെ ഭാഗമായിട്ട്, അല്ലെ? അവർക്ക് പഠിക്കുന്നത് ഡെഡ് ബോഡിയിലല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബോഡീസ് സൂക്ഷിച്ചു വെക്കാൻ എന്ത് വേണം? മോർച്ചറി വേണം. അടുത്ത നോക്കിയേ, the type of dead body preserved in the mortuary can be classified as. 2 തരത്തില് നമുക്ക് ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഏതൊക്കെയാണ് നോക്കിയേ? നോ മെഡിക്കോ ലീഗൽ. നോൺ മെഡിക്കൽ ലീഗൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നോൺ മെഡിക്കോ ലീഗൽ നിയമപരമായിട്ടുള്ള കാര്യത്തിനോ തെളിവെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. അതെന്താ? ഒൺലി പർപ്പസ് എന്താ? നോൺ മെഡിക്കോ ലീഗൽ, അതായത് കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി മാത്രം. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് മരണം, മരണകാരണം കണ്ടെത്താൻ, മർഡറാണോ, ഇതൊക്കെ അങ്ങനെയൊക്കെ ഒരു ലീഗൽ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ ബോഡി സൂക്ഷിച്ചു വെക്കാം. ക്ലിയർ ആയോ? 2 നോൺ മെഡിക്കോ ലീഗൽ, മെഡിക്കോ ലീഗൽ. ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യുന്നത് മോർച്ചറിയില് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തെ ഇതുപോലെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ മരണം എന്ത് മൂലമാണ് മരിച്ചത്, മർഡറാണോ, ഇതൊക്കെ തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് ബോഡി സൂക്ഷിച്ചു വെക്കണം, അല്ലെ? ആ രീതിക്കും നമുക്ക് സൂക്ഷിച്ചു വെക്കാം. പിന്നെ ആദ്യത്തെ പറഞ്ഞത് ഉള്ളി പഠിക്കാൻ വേണ്ടി മാത്രം, അല്ലെ? അപ്പൊ അത് നോക്കണം കേട്ടോ. ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഇനി ഒരു ചെറിയൊരു പോർഷൻ കൂടെ ഉള്ളൂ, പ്ലാനിങ് പാരാമീറ്റേഴ്സ് ഓഫ് മോർച്ചറി. എന്തൊക്കെയാണ്? ലൊക്കേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. മോർച്ചറിയുടെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ദ ലൊക്കേഷൻ ഷുഡ് ബി ഇൻ എ ഡ്യൂബിയസ് പ്ലേസ്. അത് ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. 2 സെയിം മീനിങ് തന്നെയാണ്.
ഡ്യൂബിയസ് എന്നോ അല്ലെങ്കിൽ ഒബ്സ്ക്യൂർ എന്നോ ഏതെങ്കിലും അവ്യക്തമായ അൺക്ലിയർ പ്ലേസ്. ഒന്നിലെ ഡ്യൂബിയസ് എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ, രണ്ടും ഉണ്ടോന്ന്. ഇവിടെ റിപ്പീറ്റ് ചെയ്യാതെ തന്നെ വന്നേക്കാണ്. ഡ്യൂബിയസ് എന്ന് പറഞ്ഞാലും ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്, അൺക്ലിയർ എന്നാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിലുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം? The location should be in unclear place. ചോദിക്കാറുണ്ട് കേട്ടോ. In a separate building, ഇനി എങ്ങനെയായിരിക്കണം? സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കണം എന്ന്. To where the dead body can be reached in a non-disturbing way. There should be easy access from ward, ICU, operation theatre, emergency and pathology department. കണ്ടോ എന്തൊക്കെയാ പറഞ്ഞേക്കണ? ലൊക്കേഷൻ. ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം? ഒരു അൺക്ലിയർ പ്ലേസിലായിരിക്കണം മോർച്ചറിയുടെ ലൊക്കേഷൻ. ഇൻ സെപ്പറേറ്റ് ബിൽഡിംഗ് വേർ ദ ഡെഡ് ബോഡീസ് ക്യാൻ ബി റീച്ച്ഡ്. കണ്ടോ, അതായത് സെപ്പറേറ്റ് ഒരു ഇതായിരിക്കണം. അവിടെ നോൺ ഡിസ്റ്റർബിംഗ് വേ, അതായത് അധികം ആളുകളൊക്കെ എപ്പോഴും നടന്നു പോകുന്ന ഇതിനകത്തായിരിക്കരുതെന്ന്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ചിലപ്പോ അധികം ആരുടെ ശ്രദ്ധ കിട്ടാത്ത സ്ഥലത്ത് ആ ഒരു രീതിയിലായിരിക്കണം. അധികം പാസഞ്ചേഴ്സ് എപ്പോഴും ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഇതിലാകരുത്, സ്ഥലത്തായിരിക്കരുത്. നോൺ ഡിസ്റ്റർബിംഗ് വേയിലായിരിക്കണം. പിന്നെ എന്താ പറഞ്ഞേക്കണം അവിടെ? ഏതിൽ നിന്ന്? ICയിൽ നിന്ന്, വാർഡിൽ നിന്ന്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്, എമർജൻസി ആൻഡ് പതോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ എന്തായിരിക്കണം? എളുപ്പത്തിൽ വരാൻ പറ്റുന്നതായിരിക്കണം. കണ്ടോ, എമർജൻസിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നതായിരിക്കണം. ICയിൽ നിന്ന്. ഇപ്പൊ ICയിലൊക്കെ പേഷ്യന്റ് കിടന്ന് മരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണ്ടേ, അല്ലെ? ബോഡി നമുക്ക് പെട്ടെന്ന് മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിനോടൊക്കെ അവിടെ നിന്നൊക്കെ എളുപ്പത്തിന് പ്രവേശിക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. There should be easy access from wards, ICU, operation theatre, emergency and pathology department. പിന്നെ ആദ്യം എന്താണ് പറഞ്ഞത്? ഡ്യൂബിയസ് പ്ലേസിലായിരിക്കണം അല്ലെങ്കിൽ ഒബ്സ്ക്യൂർ പ്ലേസിലായിരിക്കണം. കിട്ടിയോ? ഓക്കെ, സ്പേസ് ആണ് കേട്ടോ അടുത്ത പറഞ്ഞത്. സ്പേസ് റിക്വയർമെന്റ്. ഇനി സ്പേസ് നോക്കിയേ. റിലൈസ് ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ദ വർക്ക് ലോഡ്. ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച്, ടൈപ്പ് അനുസരിച്ച്, അവിടുത്തെ വർക്ക് ലോഡ് അനുസരിച്ച് എന്തൊക്കെയാ അതിനനുസരിച്ച് വ്യത്യാസപ്പെടും സ്പേസ് എന്ന് പറയുന്നത്. ഉണ്ടോ? അത് വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിന്റെ മോർച്ചറി കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാം. ചെറിയ ഹോസ്പിറ്റലാണ് ചെറിയ രീതി, ഇത്ര സൈസ് വേണം എന്നുള്ളതൊന്നും ഇല്ല. ഇതാണ് റിലേ ഓർ ഡിപ്പെൻഡിങ് ഓൺ. എന്തിനാ സ്പേസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സൈസിനെ, വലിപ്പം ഉണ്ടോ, വലിപ്പം, അതിന്റെ ടൈപ്പ്, ഏത് ടൈപ്പ് ഹോസ്പിറ്റൽ ആണ് അതിന്റെ വർക്ക് ലോഡ്, അവിടുത്തെ വർക്ക് ലോഡ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. The Committee on Plan Project, COPP, Committee on Plan Project, അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ, അവിടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. The Committee on Plan Project, COPP, has recommended an area of എത്ര വേണം? 6 to 8 square feet. ഇതാണ് 6 to 8 square feet where as a general guideline. കണ്ടോ, അതായത് കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് റെക്കമെൻഡ് ചെയ്തേക്കുന്നത് ഏരിയ എന്ന് പറഞ്ഞാൽ 6 to 8 സ്ക്വയർ ഫീറ്റ് പെർ ബെഡ്. അതായത് ഒരു മൾട്ടി ബെഡ്റൂമില് നമ്മള് ബെഡിന് അനുവദിക്കേണ്ട ഏറ്റവും ഫ്ലോർ ഇത്രയും സ്ഥലത്ത് ഒരു ബെഡ് അങ്ങനെയായിരിക്കും. അതാണ് 6 to 8 സ്ക്വയർ ഫീറ്റ് പെർ ബെഡ് എന്ന്. അപ്പൊ ഒരു ബെഡിന് എന്താണ് എത്ര വേണം? 6 to 8 സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ഒരു സ്പേസ് വേണം. മനസ്സിലായോ? ബോഡീസ് വെക്കാനായിട്ടേ ഈ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് COPPയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് എത്ര വേണം? ഏരിയ എന്തായിരിക്കണം? 6 to 8 സ്ക്വയർ ഫീറ്റ് ഏതാ? പെർ ബെഡിന്. ഓക്കെ, ജനറൽ ഗൈഡ്ലൈൻ. അത്രയാണ് അതിനകത്ത് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഫങ്ഷൻസ് ഏതൊക്കെയാ പെട്ടെന്ന് പറയാം. ഫങ്ഷൻസ് പറഞ്ഞത് എന്തിനാ? ഡിസീസ്ഡ് എന്ന് വെച്ചാൽ മരണമടഞ്ഞ, അല്ലെ? ഡെഡ് ബോഡീസ് കൺസർവ് ചെയ്യാം, സൂക്ഷിക്കാൻ. കൺസേർവ് ദ ഡെഡ് ബോഡി ടിൽ ദ ഫോർമാലിറ്റീസ് ഓഫ് ദ ഹാൻഡിങ് ഓവർ ദ ഡിസീസ്ഡ് ഈസ് കംപ്ലീറ്റ്. അതായത് മരിച്ച ആൾ അവരുടെ കൈമാറ്റത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ ബോഡി സംരക്ഷിക്കാൻ മോർച്ചറി സർവീസ് വേണം. അതൊരു ഫംഗ്ഷൻ ആണ്.
പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞു ഡെഡ് ബോഡി ക്ലൈം ചെയ്യാത്ത ഡെഡ് ബോഡീസ് ഇല്ലേ, അത് സൂക്ഷിച്ചു വെക്കാൻ. അവരുടെ റിലേറ്റീവ്സ് വന്ന് ആ ഡിസ്പോസലിന് കൊണ്ടുപോകണ വരേക്കും ആ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കാൻ. ഇനി ക്ലൈം ചെയ്യാത്ത ബോഡീസ് നമ്മൾ എത്ര ദിവസം വെക്കണം ഹോസ്പിറ്റലിൽ? 72 days വരെ. അതായത് 72 days എന്ന് പറഞ്ഞാൽ 3 ദിവസം വരെ ഹോസ്പിറ്റലിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് ആരും വന്നില്ലെങ്കിൽ അവിടുത്തെ റൂൾസ് അല്ലെ, എക്സിസ്റ്റിംഗ് പോളിസി, ഹോസ്പിറ്റലിൽ എക്സിസ്റ്റിംഗ് പോളിസി, അവിടുത്തെ ലോ നിയമം അനുസരിച്ച് നമുക്കത് ഡിസ്പോസ് ചെയ്യാം. പിന്നെ അടുത്ത് നോക്കിയേ, to receive and store the dead body with a postmortem exam. പോസ്റ്റ്മോർട്ടം ആവശ്യമായിട്ടുള്ള ബോഡീസ് സ്വീകരിക്കുകയും സ്റ്റോർ ചെയ്യാനും ഹോസ്പിറ്റൽ മോർച്ചറി വേണം. പിന്നെ അടുത്തത് എന്താ? മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക് കണ്ടക്ട് ചെയ്യാം. മെഡിക്കൽ പർപ്പസ്, ലീഗൽ പർപ്പസ് രണ്ടിനു വേണ്ടി ഉണ്ടാവുമല്ലോ. രോഗം എന്തുകൊണ്ടാ, എന്ത് രോഗം മൂലം അയാൾ മരിച്ചത്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ലീഗൽ പർപ്പസ്, നിയമപരമായിട്ട് ഇതിന് വല്ല മാർഗമാണോ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആവശ്യങ്ങൾക്കും ഉള്ള പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. പിന്നെ അടുത്തത് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. ഇനി ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യുന്ന 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതാ? നോൺ മെഡിക്കോ ലീഗൽ പർപ്പസ് ഉണ്ട്, മെഡിക്കോ ലീഗൽ ഉണ്ട്. നോൺ മെഡിക്കൽ ലീഗൽ എന്ന് പറഞ്ഞാൽ ഒള്ളി എന്തിനു വേണ്ടിയാ? പഠിക്കുന്നതിന് വേണ്ടി, കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി മാത്രം, അത് മാത്രമുള്ള ഒരു പർപ്പസ്. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ കുറച്ചില്ല, മരണ കാരണം എന്താണ്, മർഡർ ആണോ, അങ്ങനെയൊക്കെ അതിന്റെ ഭാഗമായിട്ട് ബോഡീസ് പ്രിസർവ് ചെയ്യാം. ഇനി പറഞ്ഞതാണ് പ്ലാനിങ് ആണ്. പ്ലാനിങ് പാരാമീറ്റർ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഡ്യൂബിയസ് പ്ലേസ് ഓർ ഒബ്സ്ക്യൂർ പ്ലേസിലായിരിക്കണം. കണ്ടോ? അധികം ആളുകളൊക്കെ കടന്നു ചെല്ലാത്ത രീതിയിൽ നോൺ ഡിസ്റ്റർബിംഗ് വേയിലായിരിക്കണം. ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കണം ഏറ്റവും ഉചിതം. കണ്ടോ? പിന്നെ സെപ്പറേറ്റ് ബിൽഡിംഗ് വേർ ദ ഡെഡ് ബോഡി ക്യാൻ ബി റീച്ച്ഡ് ഇൻ നോൺ ഡിസ്റ്റർബിംഗ് വേ, അങ്ങനെ ആയിരിക്കണം. പിന്നെ ഐസി വാർഡിൽ നിന്ന്, ഐസിയിൽ നിന്ന്, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പതോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ പെട്ടെന്ന് പ്രവേശിക്കാവുന്ന രീതിയിലായിരിക്കണം. പിന്നെ സ്പേസ് പറഞ്ഞത് എന്താണ്? കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് റെക്കമെൻഡ് ചെയ്തേക്കുന്ന 6 to 8 square feet പെർ ബെഡ്. അതാണ് ഒരു ബെഡിന് 6 മുതൽ 8 square feet എന്നുള്ളതാണ് ഏരിയ പറഞ്ഞിരിക്കണേ. ഇനി ഏരിയ സ്പേസ് ഇത്ര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് എന്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം? ഡിപ്പെൻഡിങ് ഓൺ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിന്റെ സൈസ്, ടൈപ്പ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഓക്കെ ആണോ? അത്രയും കാര്യങ്ങള് COPP എന്നുള്ളതിന്റെ എക്സ്പാർട്ടഡ് ഫോം ഒക്കെ നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ഫങ്ഷണൽ ഏരിയാസ് ആണ്, നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ അല്ലെ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.